ചേട്ടാ പലപ്പോഴും വയസ്സായവരാണെങ്കിലും പല രീതിയിൽ ഈ മരണം നമുക്ക് തൊട്ട് അരികത്തേക്ക് അടുക്കുമ്പോൾ പലരും ചിലപ്പോൾ ഒട്ടും വയ്യാണ്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർ പറയുന്നത് കേൾക്കാം. അവർക്ക് പരിചയമുള്ള അവരുടെ കൂട്ടുകാരെ കാണുന്നു, മരണപ്പെട്ട കൂട്ടുകാരെ കാണുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെ കാണുന്നു, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന മരിച്ചുപോയ അവരുടെ പിതൃക്കളെയൊക്കെ അവർ കാണുന്നു എന്നുള്ളത് പലരും പറയുന്നൊരു കാര്യമാണ്. സത്യത്തിൽ നമ്മുടെ മരണശേഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ മരണത്തോട് അടുക്കുമ്പോൾ നമ്മളെ പരലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ വരുമോ? പലപ്പോഴും നമ്മൾ ഈ മരണത്തിന് തൊട്ട് മുമ്പ് ഉള്ള ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെന്തോ ഒരു അദൃശ്യമായ കാഴ്ചകൾ കാണുന്നുണ്ട്, ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, സ്പർശനം അവർക്ക് ലഭിക്കുന്നുണ്ട്. ചിലർ ഏഞ്ചൽസിനെ കാണുന്നു എന്ന് പറയുന്നവരുണ്ട് അല്ലേ, ചിലർ കൃഷ്ണനോ അതേപോലെ ആ ദൈവികമായിട്ടുള്ള ഊർജ്ജങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കാണുന്നുണ്ട്. നമുക്ക് ദൈവികമായ സങ്കല്പങ്ങൾ മാറ്റിവെക്കാം. നമുക്കിപ്പോൾ നോർമൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന സങ്കല്പങ്ങൾ എന്താണെന്ന് നോക്കാം. അവരുടെ പൂർവികരായിരിക്കാം. ഒരു പക്ഷേ അവരുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം ഇവർ മരണത്തിന് തൊട്ട് മുൻപ് കാണുന്നത്. നമുക്ക് ഞാൻ പല ആളുകളെയും കാണുമ്പോൾ എൻ്റെ മനസ്സിലും ചിന്തിക്കാറുണ്ട് ഇവരുടെ സമയം അടുത്തു. അത് നമുക്ക് ഊർജ്ജത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവരുടെ ശരീരത്തിൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് പ്രശ്നമാണ്, അത് ആ മരണത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഓറയിൽ ഇത്ര ഇഷ്യൂ ആണ്, അത് മരണത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടു വരില്ല. നമ്മളിത് നമ്മൾ കാണുന്നൊരു കാര്യം അവരോട് പറയണമെന്നുണ്ട്, പലപ്പോഴും പറയാറില്ല, പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂർവികരാണ് മരണശേഷം നമ്മളെ അടുത്ത ലോകത്തോട്ട് കൊണ്ടുപോകാൻ ക്ഷണിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ. ഈ പൂർവികരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ സമയത്ത് കാണുന്ന സമയത്ത് ആദ്യം ഇവർ ഭയങ്കരമായിട്ട് പേടിക്കും. അത് എന്ന് പറയുന്നത് മരിക്കുന്നതിന് തൊട്ട് മുമ്പല്ല, ഏകദേശം ഒരു 3 മാസം വരെ, 3 മാസത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പിലാണ് ഇത് സംഭവിക്കുന്നത്. 3 മാസം അല്ലെങ്കിൽ 6 മാസം ഇവർ ആകെ ഇവരുടെ കോൺഷ്യസ് മൈൻഡ് ആകെ കട്ടാവും. ഇവരുടെ പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ ഇവർ എടുക്കാതെ വരും. ഇവർക്ക് ചില കമ്മ്യൂണിക്കേഷൻ കട്ടായി പോകും. ഈ 3 സ്റ്റേജിൽ വന്നു കഴിയുമ്പോഴാണ് ഇവരുടെ സൂക്ഷ്മ രൂപത്തിലുള്ള എനർജി രൂപത്തിലുള്ള മറ്റു വസ്തുക്കൾ ഇവരെ കാണാൻ തുടങ്ങുന്നത്. ഈ കാണുന്ന സാധനങ്ങൾ പലതും ഇവർക്ക് പറയാൻ പറ്റില്ല നമ്മുടെ അടുത്ത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും സീക്രട്ടായ വശങ്ങളിൽ ഒന്നാണ്. അതായത് ആ ശരീരം ഉപേക്ഷിക്കാൻ പോവാം. ആത്മാവും ശരീരവും തമ്മിൽ ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കാരണം അത്രയും നാൾ ആ ആത്മാവിനെ നിലനിർത്തി കൊണ്ടുപോയ ആത്മീയമായ ഈ ആത്മീയമായ ഭക്ഷണം എന്ന് പറഞ്ഞ എനർജി ഇതെല്ലാം കൊടുത്ത് പരിപാലിച്ച ശരീരത്തെ ഉപേക്ഷിക്കാൻ നമ്മുടെ ആത്മാവിന് ഒരു പക്ഷേ സാധിച്ചു എന്നില്ല. അത്രയും അറ്റാച്ച്ഡായി പോകും. ഇതിനെ വലിച്ചെടുക്കാന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്, ശരീരത്തിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോവുക ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സ് സംഭവിക്കുമ്പോഴാണ് ചില സമയത്ത് ചില ശരീരങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് ചുറ്റും നടക്കാൻ തുടങ്ങും. അതായത് അവർ ജീവിച്ച സ്ഥലങ്ങൾ, അവർ ജനിച്ച സ്ഥലങ്ങൾ, അവർക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ, അവരുടെ വീട്, അവരുടെ റൂം, ബെഡ്റൂം, അവരുടെ വസ്തുക്കൾ, ഇതിലെല്ലാം ഇവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ഈ എനർജി പിന്നീട് കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്നത്. പലപ്പോഴും അതുകൊണ്ടാണ് ഈ ആളുകൾ മരിച്ചതിന് ശേഷം ഉപയോഗിച്ച വസ്തുക്കളെല്ലാം കത്തിച്ച് കളയോ അല്ലെങ്കിൽ അവരുടെ സെമിത്തേരിയുടെ കുഴിയിലിടുകയോ ചെയ്യുന്നത് കൊണ്ട് ഇതുകൊണ്ടാണ്. പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 മാസത്തിന് അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ ഇടയിൽ ഇവർ പതുക്കെ ഇവരെ കാണാൻ തുടങ്ങും. അവരോട് ഈ പറയുന്ന പൂർവികർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് ചില സന്ദേശങ്ങൾ കൊടുക്കും. ഒരു പ്രിപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് മരണത്തിന് തൊട്ട് മുമ്പ് ചില മനുഷ്യർക്ക് ഒരു പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ അപകട മരണം എന്തുകൊണ്ട് അപ്പോൾ പെട്ടെന്നല്ലേ? അല്ല, അതിന് മുമ്പ് ഇവർക്ക് ചില സന്ദേശങ്ങൾ ലഭിക്കാൻ തുടങ്ങും. ഇവർക്ക് ചില ഇൻഡ്യൂഷൻ വരാൻ തുടങ്ങും. ഇവർക്ക് ചില ധാരണ വരാൻ തുടങ്ങും. ഈ മരിക്കാൻ പോകുന്ന ഏതൊരു മനുഷ്യനും ഒരു 3 മാസം മുന്നേ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ ശരീരത്തിലെ മാറ്റങ്ങൾ, ഇവരുടെ ആത്മീയമായ മാറ്റങ്ങൾ. ആത്മീയ മാറ്റങ്ങൾ എന്ന് വിളിക്കുന്നത് ദൈവവിശ്വാസത്തെ അല്ല. ആത്മീയമായ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധത്തെ നമ്മൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ നമ്മൾ എന്താണോ അതിനെ തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് ആത്മീയമായ ബോധം എന്ന് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടെത്താൻ തുടങ്ങും. അവസാനം ചില ആളുകൾ ഭയപ്പെടാൻ തുടങ്ങും. ആദ്യ സമയങ്ങളിൽ പേടിയാണ്. ഒച്ച ഉണ്ടാക്കും, കരയും. ചില പ്രായമായ ആൾക്കാരൊക്കെ എടുത്ത് നോക്കി ഇവർ ഒച്ച ഉണ്ടാക്കി കരയിലും കരച്ചിലും ബഹളവും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. പിന്നെ പള്ളിയിൽ അച്ഛൻ വരണം, പിന്നെ വേറെ ആൾക്കാരെ ഒന്ന് വെഞ്ചിരിച്ച് അല്ലെങ്കിൽ പൂജ ചെയ്താൽ അത് മാറുള്ളൂ. അവരെന്തെങ്കിലും ഇതേപോലെ കാണുന്നത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പൂർവികർ നമ്മൾ വരും എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ഇവരുടെ കർമ്മവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആത്മാക്കളുമായി നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എന്ന് മനസ്സിലാക്കിക്കോ. നമ്മുടെ ജനനം മുതൽ നമ്മൾ ഈ നമ്മുടെ മരണത്തിൻ്റെ സമയം വരെ മരിച്ചുപോയ ആത്മാക്കളും ജീവനുള്ള ഒരുപാട് ആത്മാക്കളുമായി നമ്മൾ ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഉപദ്രവിച്ചിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്. നമ്മൾ ജീവിതം നശിപ്പിച്ചിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്. സ്പിരിച്വലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. കുറേയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മരണസമയത്താണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്.
മരണസമയത്ത് ഒരു കണ്ണാടി പോലെയാവും. കണ്ണാടി പോലെ ആയി കഴിഞ്ഞാൽ കൃത്യമായ ഒരു HD ക്ലാരിറ്റിയോടെ നമ്മൾ ഉപദ്രവിച്ച മനുഷ്യരുടെ ആത്മാക്കൾ, അവർക്ക് മോക്ഷം കിട്ടാത്ത ആത്മാക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട ആത്മാക്കൾ, ഇതെല്ലാം നമ്മൾ ഉപദ്രവിക്കാൻ വരും, നമ്മൾ ശല്യപ്പെടുത്താൻ വരും. അതിൻ്റെ ഒപ്പം തന്നെ സ്പിരിച്വലായിട്ടുള്ള നമ്മുടെ പൂർവികർ ഈ സമയത്ത് അവിടെ സാന്നിധ്യം ഉണ്ടാവും. ഈ ഉപദ്രവവും ഈ സ്നേഹവും ഇത് ഒരുമിച്ചായിരിക്കും നടക്കുന്നത്. പക്ഷേ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, സ്പിരിച്വൽ ആണെങ്കിൽ, അതായത് കൃത്യമായ നാമജപങ്ങളും കൃത്യമായ വിശ്വാസവും കൃത്യമായ മെഡിറ്റേഷനും മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും സുഖകരമായ മരണമായിരിക്കും. കാരണം എന്താ, അവർക്ക് മരണത്തിൻ്റെ സമയത്ത് നേരിടേണ്ട വരുന്ന നെഗറ്റീവ് എനർജികളെ ഇപ്പോഴേ നമ്മൾ നേരിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ നേരിട്ട് പ്യൂരിഫിക്കേഷൻ വരുത്തി നമ്മുടെ ഓറ സ്ട്രോങ് ആക്കി നമ്മൾ വളരെ പവർഫുള്ളായിട്ടാണ് നമ്മൾ മരണത്തിലോട്ട് പോകുന്നത്. മറ്റേത് അങ്ങനെയല്ല. മറ്റേ നോർമൽ ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത്, ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നീട് ഈ മരണത്തിൻ്റെ കാലഘട്ടത്തിലാണ് റിയാലിറ്റി വരുന്നത്. ആ സമയത്ത് ഇരുന്ന് രാമ ജപിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യമില്ല. നമ്മൾ ആയ കാലത്ത് വേണം നമ്മളിതെല്ലാം ചെയ്തു വയ്ക്കാൻ. നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്കുകൾ പറ്റുന്ന മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റുന്ന മനുഷ്യരാണ്, ആരും പെർഫെക്റ്റ് അല്ല. അതിൻ്റെ അകത്തും വേണം ചില കാര്യങ്ങൾ. ചില മനുഷ്യരെന്താ ചെയ്യുന്നത്, നന്നായി അങ്ങ് ഉപദ്രവിച്ച് കളയും. അതായത് ആ മനുഷ്യനെ ഇല്ലാണ്ടാക്കി കളയും. ഈ ശാപം എവിടെ കൊണ്ടുവയ്ക്കും ഈ മനുഷ്യർ? പ്രത്യേകിച്ച് പണത്തിൻ്റെ ബോധം വരുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. പണത്തിൻ്റെ ബോധമോ അഹങ്കാരമോ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള വിലയില്ലാന്ന് കാണുന്ന ഒരുപാട് മനുഷ്യരെ നടക്കും നമ്മൾ ജീവിക്കുന്നത്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും നമ്മുടെ എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും ആ മൂല്യമില്ലാത്ത മനുഷ്യർ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാന കാലഘട്ടത്തിൽ ഇതിനെല്ലാം നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അതായത് ഇപ്പോൾ നോർമലായിട്ട് ഇരിക്കുന്ന ആളുകളും ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ പൂർവികരെ കാണുന്നത്. ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ഇതിനകത്തൊരു സൈക്കോളജി ഫാക്റ്റ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കര അറ്റാച്ച്ഡായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്ന നമ്മുടെ പൂർവികർ, അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയൊക്കെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നതും വളരെ സ്വാഭാവികമാണ്. നിങ്ങൾ ഇതിനെ ഞാനിപ്പോൾ ഈ പറയുന്ന ഈ വെർഷനുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അത് വേറൊരു വശമാണ്, മനസ്സിലാവും. നിങ്ങൾ ചാടിക്കയറി പാനിക്കാവേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഒരു അനുഭവ തലത്തിലോട്ടാണ്. സ്വപ്നം കാണുക, തോന്നുക എന്ന് പറയുന്നൊരു അനുഭവ തലമല്ല. അത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ അനുഭവം ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, അതവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേത് നമ്മൾ കാണും, ചിലപ്പോൾ നമുക്ക് തോന്നും, ചിലപ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് തോന്നും. കാരണം എന്താ, അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായ അനുഭവങ്ങളും സ്മെല്ലും അവരുടെ ശബ്ദവും എല്ലാം നമ്മുടെ ബ്രെയിനകത്ത് സേവാണ്. ഇത് നമ്മൾ മിസ് ചെയ്യുന്ന സമയത്ത് ഈ ശബ്ദങ്ങളും ഈ പറഞ്ഞ രൂപങ്ങളും നമ്മൾ വീണ്ടും റീകളക്ട് ചെയ്ത് നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് അവിടെ സാന്നിധ്യം പോലെ നമുക്ക് തോന്നും. ഇത് മനസ്സിൻ്റെ ഒരു ഇല്യൂഷനാണ്, അതല്ല പറയുന്നത്. ഇത് വളരെ റിയൽ ആയിട്ട് സംഭവിക്കുന്ന. ഇങ്ങനെ വളരെ അടുപ്പിച്ച് ഇങ്ങനെ ഒരു മരണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരികയോ അല്ലെങ്കിൽ ഈ പറയുന്ന സാന്നിധ്യം വരികയോ അല്ലെങ്കിൽ അവർ വിളിക്കുന്ന പോലെ സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇത് ഇത്തിരി പന്തികേടാണ്, ഇത്തിരി പ്രശ്നത്തിലാണ്. ഞാൻ വേറെ വേട് പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് ഇത്തിരി പ്രശ്നത്തിലാണ്, നിങ്ങളത് ശ്രദ്ധിക്കണം അതെന്താണെന്ന്. ഒന്നെങ്കിൽ ഇത്രേ ഉള്ളൂ, പൂർവികർക്ക് ആർക്കോ നിങ്ങളെ കൊണ്ട് എന്താ അത്യാവശ്യമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ അവർക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവരെന്തെങ്കിലും ബാക്കി വെച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ഈ ബാക്കി വെച്ച കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അവരുടെ ഉപാസനയോ അവരുടെ മന്ത്രങ്ങളോ അവരുടെ ഈ പറയുന്ന ദൈവസങ്കല്പങ്ങളോ എന്തെങ്കിലും ബാക്കി വെച്ച് പോകുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ആ സാധനത്തിന് നമ്മളെടുത്ത് വേറെ ഒന്നും ചെയ്യണ്ട. അവർ ബാക്കി വെച്ച സാധനങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റം വരുത്തുകയോ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഈ സാധനം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷെ നമുക്കിത് മനസ്സിലാവില്ല. കുറേ ഒരു ആത്മാവ് നിരന്തരമായിട്ട് എന്നെ നീ സഹായിക്കണം. അപ്പോൾ നമ്മുടെ അപ്പൂപ്പനാവാം, അമ്മയാവാം, അച്ഛനാവാം, നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മളെന്ന് പറയും ഇതൊക്കെ തോന്നലല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വേറെ ലൈഫിലോട്ട് തിരിയും. എന്ത് പറ്റും, ഈ ലൈഫിലൂടെ തിരിഞ്ഞ് നമ്മൾ തിരിയാൻ അനുവദിക്കില്ല. നമുക്ക് മുഴുവനും തടസ്സങ്ങൾ വരും, മുഴുവനും ബുദ്ധിമുട്ടുകൾ വരും. അപ്പോഴാണ് വളരെ പ്രൊഫഷണലായ ഒരാളുടെ അടുത്ത് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് നിങ്ങളുടെ തടസ്സം. ഓക്കെ, നിങ്ങളുടെ ഇന്ന ആത്മാവിന് ഇന്ന ആൾക്ക് ഇന്ന കാര്യം നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം ബാക്കി വെച്ചുകൊണ്ട് പോയ കാര്യങ്ങൾ അത് നിങ്ങൾ പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ആത്മാവിൻ്റെ വഴിക്ക് പൊക്കോളും, നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. സിമ്പിൾ കാര്യങ്ങളാണ്. ഇത് നമ്മൾ ചെയ്യാതിരിക്കുന്ന കാലഘട്ടം വരെ നമുക്ക് എന്ത് സംഭവിക്കും, ബുദ്ധിമുട്ടുകൾ അങ്ങറ്റമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചേട്ടാ, ഇതിൻ്റെ ഇടയിൽ ഒന്ന് ഇൻ്റർഫിയർ ചെയ്യാണ്. എന്തിനായിരിക്കും ഇവർ വരുന്നത്? അതായത് ഈ പരലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് എന്തിനായിരിക്കും ഇത്തരത്തിലുള്ള ആത്മാക്കൾ അപ്പോഴും സാന്നിധ്യം അറിയിച്ച്, ഇപ്പോൾ നമ്മളെങ്ങനെയാണ് വന്നതെന്നും അതേപോലെ നമ്മുടെ ആത്മാവിന് തിരിച്ച് ആ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു എനർജിയിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരുമോ? അങ്ങനെ ആ ഒരു ഹയർ സോളിൻ്റെ ഹെൽപ്പ് വേണ്ടി വരുമോ? അതിന് വേണ്ടിയിട്ടാണോ നമ്മളവർ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ?
അവർ വരുന്നത്? തയ്യാറാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതായത് ഒരു ആത്മാവിനെ ആ ശരീരത്തിൽ നിന്നും വിടുവലെടുക്കാൻ, അതായത് വിടിയിക്കാൻ ഒരു മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് വേണം. എന്തുകൊണ്ടാണ് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് കൊടുക്കുന്നത്? അത് നമ്മളല്ല കൊടുക്കുന്നത്. ഒന്നുകിൽ സ്പിരിച്വൽ എനർജീസോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരോ മരണപ്പെട്ട ആളുകളായിരിക്കും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ തയ്യാറെടുപ്പ് നമുക്ക് തരുന്നത്. എന്തിനായിരിക്കും? ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ദൈവികമായ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ശരീരമാണ്. ചിന്തകൾക്ക് അതീന്ദ്രിയമായ കഴിവുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എല്ലാ കഴിവുകളും എല്ലാ ഗുണങ്ങളും തന്നിട്ടാണ് നമ്മളെ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ആ സൃഷ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരന് തുല്യമാവാനുള്ള കഴിവ് നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ചൈതന്യത്തെ നമ്മൾ ആരാണോ വളർത്തിയെടുക്കുന്നത് അവൻ ഭഗവാന് തുല്യമാവും. അവൻ ഭഗവാനെ പോലെ ആവും. നാളെ ഒരിക്കലും അവൻ ഭഗവാൻ തന്നെയായി മാറും. കാരണം ഇത് രണ്ടും ഒന്നാ. ഭഗവാനും നമ്മൾ ഒന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചിലർ പറയും ദൈവം, നീയാണോ ദൈവം? ആ, നമ്മളെല്ലാവരും ദൈവങ്ങളാണ്. നമുക്ക് ദൈവങ്ങളായിട്ടും ജീവിക്കാം, നമുക്ക് ഈ പറയുന്ന നെഗറ്റീവ് എനർജി ആയിട്ട് ജീവിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ദൈവമായിട്ടാണ് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിലെന്താ തെറ്റ്? ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിന്ത ഭയങ്കര സ്ട്രോങ്ങാണ്. ഇവിടെ എന്താണോ ചിന്തിക്കുന്നത് അത് നടക്കും. ഇവിടെ എന്താണോ ചിന്തിക്കുന്നത് അത് നടക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇവിടെ എന്താണോ ചിന്തിക്കുന്നത് ആ എനർജി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അതീന്ദ്രിയമായ കഴിവുണ്ട്, അതീന്ദ്രിയമായ പവർ ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ ചിന്ത ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ദൈവത്തിന് നമ്മൾ കണക്ട് ചെയ്യുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതും എല്ലാം നമ്മുടെ ഈ ധാരണ ശക്തി ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയെങ്കിൽ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ധാരണ ചെയ്യുക, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പോകാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ സ്പിരിച്വൽ എനർജീസ് ഞാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ മറ്റേത് നെഗറ്റീവ് എനർജീസ് ഞാൻ ഉപയോഗിക്കും. എനിക്ക് ശരീരത്തിന് വിട്ടുപോകാൻ താല്പര്യമില്ല, എനിക്ക് വിട്ടുപോയാൽ തന്നെ ഞാൻ പോകില്ല. എന്ത് ചെയ്യും? ദൈവം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നമ്മുടെ മരണത്തിൽ? അങ്ങനെ കൺട്രോൾ ചെയ്യുന്നവരാണല്ലോ യോഗിമാർ. അതെ, ആണല്ലോ. എത്രയോ ആളുകൾ അങ്ങനെ മരണത്തെ കൺട്രോൾ ചെയ്ത് നമ്മൾ ഇന്നത്തെ യുഗത്തിൽ നമ്മൾ കാണുന്നു. എത്രയോ മനുഷ്യരെ അവരെല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് അത് ചിന്തിച്ചത്. ഒരു വ്യക്തി നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ എന്തുകൊണ്ട് സാധിക്കില്ല? സ്പിരിച്വലി അത്രയും എനർജി, എന്താ പറയുക, അത്രയും ഒരു ഹയർ ലെവലിലേക്ക് അവർ ഉയർന്നതിന് ശേഷമാണല്ലോ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ശരീരത്തിൽ നിന്ന് അവരുടെ ആത്മാവിനെ പുറത്തേക്ക് തള്ളാനും അതേപോലെ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. അങ്ങനെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ. ഇവിടെ ഉയരുക എന്ന് പറയുന്നത് സ്പിരിച്വൽ ഉയർച്ച മാത്രമല്ല ഗായത്രി. ഇവിടെ അല്ലാതെ നെഗറ്റീവായൊരു ഉയർച്ച ഇതിൻ്റെ ഇപ്പുറ സൈഡിലുണ്ട്. എന്താണോ പൈശാചികമായ ശക്തികൾ ചെയ്യുന്നത് ദൈവം ചെയ്യുന്നതിൻ്റെ മറ്റൊരു തരത്തിൽ നിന്നിട്ടാണ് ഇവരും ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഉയരാം. നെഗറ്റീവായ എനർജിയിൽ നമുക്ക് ഉയരാം. നെഗറ്റീവായ എനർജിയിൽ ഉയർന്ന് ശരീരം നഷ്ടപ്പെടാതെ, ശരീരം നഷ്ടപ്പെട്ടാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാതെ നമുക്ക് ഭൂമിയിൽ നിരന്തരം നിലനിൽക്കാൻ ഉള്ള കഴിവുള്ള മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. എൻ്റെ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞുതരാം. അറുകല എന്ന് കേട്ടിട്ടുണ്ടോ? അറുകോല എന്താണ്? അറുകുല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു ഡിവൈൻ എനർജി തന്നെയല്ലേ? അല്ല, മനുഷ്യര് നമ്മുടെ പൂർവികർ അല്ല. അതായത് പണ്ട് കാലങ്ങളിൽ മന്ത്രവാദികൾ ഉണ്ടായിരുന്നു. ബ്ലാക്ക് മാജിക് ചെയ്യുന്ന മന്ത്രവാദികളോ ഉണ്ടായിരുന്നു. ഇവരെ അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോ ഈ പറയുന്ന അന്നത്തെ പട്ടാളക്കാരോ അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാരോ പേടിച്ചിട്ട് ഇവരെ കണ്ടെത്തി പിടിച്ചു കൊണ്ടുവന്ന് തല വെട്ടിക്കളയും. ഇവരുടെ മന്ത്രവാദികളെ അത് ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വല്യച്ഛനോ വല്യമ്മയൊക്കെ ആയിരിക്കും അവരന്ന് നിൽക്കുന്നത്. ഇവരെ തല വെട്ടിക്കളഞ്ഞിട്ട് ഇവരെ കളയും. പിന്നെ ഇവർ ജീവനില്ലോ. ഇവരുടെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. ഇവരുടെ ആത്മാവ് ഭയങ്കര എനർജിയായി മാറിക്കൊണ്ടിരിക്കും. ഇവരെ പിന്നീട് ഇവരുടെ വീടുകളിൽ തലമുറകളായിട്ട് ആരാധിച്ചു വരും. അതിനെയാണ് അറുകോല വല്യച്ഛൻ, അറുകല. എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും അറുകോല എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠ എന്തായാലും ഉണ്ടാവും. ഈ ഇത്തരത്തിൽ മരിച്ചു പോയ ആളുകളെയാണ് ഈ പ്രതിഷ്ഠയ്ക്ക് വയ്ക്കുന്നത്. അന്നത്തെ കാലങ്ങളിൽ പല രീതിയിലുള്ള മരണം സംഭവിച്ച ആളുകൾ ഉണ്ടാവും. എങ്കിൽ പോലും ഭൂരിപക്ഷവും ഇങ്ങനെ ഈ മന്ത്രവാദികളായ ആൾക്കാരെ വെച്ച് ഇത് വെച്ചിട്ട് നെഗറ്റീവ് കർമ്മമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. പോസിറ്റീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എങ്കിൽ പോലും നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഉയർന്നു പോകാം എന്ന് പോലെ തന്നെ നെഗറ്റീവായിട്ട് നമുക്ക് ഉയർന്നു പോകാം. ഈ പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധാരണ ചെയ്യാതെ ആ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വിടുതലെടുത്ത് തിരിച്ച് കൊണ്ടുപോയി അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഉദ്യമം. അതിന് ഇപ്പോൾ ഏഞ്ചൽസ് ആവാം, പൂർവികരാവാം, ചിലപ്പോൾ ഈശ്വര സാന്നിധ്യം ചിലപ്പോൾ സംഭവിക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ മരണസമയത്ത് ഇത്രയും സാന്നിധ്യം വരുന്നതിനാ മരിച്ചങ്ങ് പോയാൽ പോരെ. പ്രിപ്പറേഷനാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വെക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾ നിരന്തരമായി നേരിട്ടാൽ ഏറ്റവും ഭംഗിയെന്ന് പറയുന്ന ഏതെങ്കിലും ശിവക്ഷേത്രങ്ങളിലോ മറ്റെവിടെയെങ്കിലും പോയിട്ട് നിങ്ങളൊരു പൂജയോ അല്ലെങ്കിൽ നിങ്ങളൊരു തേങ്ങ ഉടക്കുകയോ 3 തേങ്ങ ഉടക്കുകയോ അത് വീട്ടിലൊരു 14 ദിവസം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി തേങ്ങ ഉടക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഇതിന് കിട്ടും. ഓക്കെ, നമസ്കാരം.